난 너를 보며 숨을 쉬어 알겠죠 지금 멀리서 Shine, dream, smile 얼마나 살았던 night 우리 이대로 빛나 Shine, dream, smile 얼마나 살았던 night 우리 그 자체로 빛나 ഈ ബുക്ക് ഞാൻ ഇപ്പോഴല്ലേ അലമാരിലെടുത്ത് വെച്ച് പിന്നെ ഇതെങ്ങനെ? കൈ ഇതിപ്പം എവിടുന്ന ഇങ്ങനെ സൗണ്ട്? ഇവിടൊന്നും ആരും ഇല്ലല്ലോ. ആമിയൊന്നും ഉറങ്ങിയില്ലേ? റൂമിൽ ലൈറ്റ് കിടക്കുന്നു. ഇനിയിപ്പം അവിടുന്നാണ് സൗണ്ട് വരുന്നേ. പോയി നോക്കാം. ആമി, ചിന്നു, നിങ്ങൾ ഉറങ്ങിയില്ലേ? നിങ്ങളാണോ ഇവിടുന്ന് സംസാരിച്ചേ? ഇല്ല, കഥ പറയായിരുന്നു. കഥയോ? ഇത്ര രാത്രിയായിട്ടുള്ള കഥ പറയുന്നേ? അല്ല, ഇവർക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട്. മതി, നിങ്ങൾ കയറി കിടക്ക്. നാളെ നിങ്ങൾക്ക് അമ്പലത്തിൽ പോണ്ടേ? ഉറക്കളയ്ക്കുന്ന എന്തിനാ? യാമി, ചിന്നു, പോ, നിങ്ങളുടെ റൂമിലോട്ട് പോ. പോകുക. ആമി, ഇനി നീ ചെന്ന് കിടക്ക് കേട്ടോ. രാത്രി കഥയും പറഞ്ഞിരിക്കുന്നു. എന്ത് കാര്യാ നോക്കണേ. ഈ സൗണ്ട് വീണ്ടും. ഞാനിവരെ ഇപ്പോഴല്ലേ പറഞ്ഞോട്ടെ, പിന്നെ എന്തേതാ സൗണ്ട്? എന്തുവാടാ പട്ടി നിനക്ക്? എടാ കഴിവേറി നീയായിരുന്നു. ഒരു നിമിഷം എന്റെ ജീവൻ പോയി. നീ എന്തിനാ അലറിയേ? ഇവനോട് ഈ സൗണ്ട് കേട്ട് പേടിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്നെ കളിയാക്കും. ബുദ്ധിപരമായി നീങ്ങ. അത് അത് പിന്നെ പാതി രാത്രി മിണ്ടാതെ ഒന്ന് തോളെ പിടിച്ച കാറത്തിലിടാൻ മലരെ. ഓയ്യേ, ഇത്രേ ഉള്ളോ നീ? ഇങ്ങനെ പേടിയല്ലടാ. വഴിമാറ്. എന്റെ വിലപ്പെട്ട സമയമാണ് നീ കളയുന്നത്. എന്തോന്നു? ഉറങ്ങണ്ടേ എനിക്ക്? മാറ്. മുമ്പ് പോയി ചാച്ചിക്കോ. ശരി എന്നാ. വേണ്ട വേണ്ട. മോനെ ഏതു കഥ പറഞ്ഞേ. അമ്മ, എന്താ അമ്മ? മോനെ, അപ്പൂപ്പനെ നെഞ്ചുവേദന എടുക്കുന്നു. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അപ്പൂപ്പന് വയ്യേ? വാ.
ഡോക്ടർ അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പം? ഓക്കെ റിലാക്സ്. അദ്ദേഹത്തിന് ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് റൂമിൽ കയറി കാണാമെന്നാണ്. ഞാൻ കുറച്ച് മരുന്നുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അത് സമയത്തിന് കൊടുക്കണം. അദ്ദേഹത്തിന് ഒത്തിരി ടെൻഷൻ എടുപ്പിക്കാതിരിക്കാൻ നോക്കുക. നല്ല റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ ഈ യാത്രകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് ഒഴിവാക്കുക. അദ്ദേഹത്തിന് നല്ല റെസ്റ്റ് വേണം. ഇപ്പൊ അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നാളെ വന്ന് ഹോസ്പിറ്റലിൽ ഒന്നുകൂടി വന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. അമ്മ, ഞങ്ങളെന്നാ ഇറങ്ങുവാണേ. എടി മോളെ, അപ്പൂപ്പന് നെഞ്ചിനുവേനായിരുന്നു ഇന്നലെ. അപ്പൂപ്പനോ? ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ല. നിങ്ങളൊന്ന് കേറി കണ്ടിട്ട് വാ. എന്നാ ഞങ്ങൾ കേറി കണ്ടിട്ട് പോവാം അമ്മ. ആമി, പോകാം. നിക്ക്, നമുക്ക് അപ്പൂപ്പനെ ഒന്ന് കേറി കണ്ടിട്ട് പോകാം. എങ്ങോട്ട് പോവാ? അപ്പൂപ്പനെയോ? എന്തിന്? എടി, അപ്പൂപ്പൻ ഇന്നലെ നെഞ്ചുവേനായിരുന്നു എന്ന് ഇവരെല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുമായിരുന്നു എന്ന്. നമ്മളൊന്നും അറിഞ്ഞില്ല. വാ, പോയി കണ്ടിട്ട് പോകാം. അയ്യോ, എന്നാ വാ, കേറി കണ്ടിട്ട് പോകാം. ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പൂപ്പ? കുറവുണ്ടോ? അപ്പൂപ്പ ദേ ഈ ചായ കുടിക്കേ. ഓ, രാവിലെ തന്നെ സോപ്പിടാൻ ഇറങ്ങിയല്ലോ. ആഹാ, ഇതാരിത്? ആമിയൊക്കെയോ? എന്നാ അപ്പൂപ്പ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. അതെന്താ മക്കളെ, നിങ്ങള് അവര് വരുന്ന കണ്ടു പോകുന്നേ? ഓ ഇല്ല അപ്പൂപ്പ, ഞങ്ങൾ ഇട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാലേ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങളങ്ങ് പോയേക്കോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി അപ്പൂപ്പ, ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടേ. ശരി മക്കളെ. അപ്പൂപ്പനിപ്പം എങ്ങനെയുണ്ട് അപ്പൂപ്പ? അപ്പൂപ്പനിപ്പം ഒരു കുഴപ്പമില്ല മക്കളെ. ഈശ്വരൻ എന്നെ കൈവിട്ടില്ല. ആട്ടെ, മക്കൾ അമ്പലത്തിലേക്ക് പോവാണോ? ആ അപ്പൂപ്പ, ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴേ അപ്പൂപ്പന് വേണ്ടി പ്രാർത്ഥിക്കാമേ. അപ്പൂപ്പ മരുന്നൊക്കെ കറക്റ്റ് സമയത്തിന് കഴിക്കണേ. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാമേ. ആ ശരി മക്കളെ, പോയിട്ട് വാ. നിങ്ങളെ തൊഴുതില്ലേ? എന്നാ തറവാട്ടിലോട്ട് പോകാം. ആ കഴിഞ്ഞു, പോകാം. ഈ ഉത്സവം ആകുമ്പോ പ്രത്യേക ഉത്സാഹമാ അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് വരാനായിട്ട്. ഇത് തീർന്നു കഴിയുമ്പോഴുള്ള വിഷമമാ. ഇനി ഒരു വർഷം ഇതിനായിട്ടുള്ള കാത്തിരിപ്പ്. അതെ, ഇനി ഒരു വർഷം. അല്ലേലും ഇതൊക്കെ വിദേശത്ത് കിടക്കുന്നവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്കിതൊന്നും മനസ്സിലാവത്തില്ലല്ലോ. അതെനിക്കിട്ടല്ലേ. അതേലോ, ഇവിടെ വിദേശത്ത് നീയല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. എടി 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 എടി, ഞാൻ വിദേശത്താന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മനസ്സെല്ലാം ഇവിടെ. അതുകൊണ്ടല്ലേ വർഷത്തിൽ ഓരോ മാസം ഞാൻ ഇങ്ങോട്ട് വരുന്നേ. അതിൽ കാര്യമില്ല. ഈ നാട്ടിൽ തന്നെ ജീവിച്ച് ഈ നാട്ടിലെ രീതികളും തനിമയും എല്ലാം അറിഞ്ഞു വളർന്നവർക്ക് അതിന്റെ ആ സുഖം കിട്ടത്തുള്ളൂ. അയ്യോ, വലിയ കുലസ്ത്രീ വന്നേക്കുന്നു. നീ പോടി. ഓ പിന്നെ പഞ്ചു ആന്റി, യദുവിനെ കണ്ടില്ല. അവൻ എഴുന്നേറ്റില്ലേ ഇനി? ഇല്ലടാ, അവൻ എഴുന്നേറ്റില്ല. ഇന്നലെ അപ്പൂപ്പന് നല്ല നെഞ്ചുവേനയായിരുന്നു. അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുമായിരുന്നു. ചിലപ്പോ അതിന്റെ ക്ഷീണമായിരിക്കും. അയ്യോ, ആണോ? എന്നാ വാടാ, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. എന്നാ വാ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇതല്ലേ റൂം? അല്ല, ഇതല്ലേ റൂം? അല്ലടാ, ഇതാ റൂം. അല്ല, ഇതാ റൂം. എടാ, ഇതാടാ റൂം. എന്നാ വാ, അങ്ങോട്ട് കേറ്. എന്നാ വാ, ഇങ്ങോട്ട് കയറാം. അയ്യോ, സോറിയടോ, ഞാൻ കണ്ടില്ല. അത് സാരല്ല ചേർന്നേട്ടാ, ഞാനും കണ്ടില്ല. സോറി. എങ്ങോട്ടാ? അപ്പൂപ്പനെ കാണാനാണോ? ആ, അപ്പൂപ്പനെ കാണാനാ. ശരി, അപ്പൂപ്പനെ അതിരിപ്പുണ്ട്. ശരി. ഇവളെന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിക്കുന്നേ? ചിന്നു, എന്താടി? എന്താടി? ഒന്നുമില്ല, വാ റൂമിൽ പോകാം. വണ്ടിയിൽ വിളിക്കാൻ വന്നപ്പോഴേ തോന്നി വലിയ കൂടിയായിരിക്കും. അതെ ചിന്നു, നിനക്ക് എന്തു പറ്റി?
നീ തനിയിരുന്ന് സംസാരിക്കുന്നുണ്ട് ചോദിച്ചതാ. നിന്റെ കുഞ്ഞമ്മ പെറ്റു. ആഹാ, അത് ശരി. നേരത്തെ പക്ക കുലസ്ത്രീയായി സംസാരിച്ചു, ഇപ്പൊ പക്ക തറയായിട്ട് സംസാരിക്കുന്നു. ഓ, ഒന്ന് ഇറങ്ങി പോകാവോ? അല്ലേലും നാട്ടിൻപുറത്തെ രീതിയിലും തനിമയിലൊക്കെ ജീവിച്ച ആൾക്കാർക്ക് അതിന്റെ സുഖം മനസ്സിലാകത്തുള്ളൂ. എന്നാ ഞാൻ ചെല്ലട്ടെ. ഇനി നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ? ഹലോ, ഇത് എന്റെ റൂമാ. ഓ, എന്നാ ഞാൻ പോയേക്കാം. ഇവക്ക് എന്തുവാ ഇത്, ഒരുമാതിരി പേ പിടിച്ച പട്ടി കണക്കിന്. ഈ ഏതുവേട്ടൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? പോയി വിളിക്കണോ? ഓ, ചെറിയമ്മ കണ്ട എന്ത് വിചാരിക്കും? ആമിമോളോട് നിൽക്കുവായിരുന്നോ? മോളെ, നേരെ പോയി ഏതുമോനെ ഒന്ന് വിളിച്ചിട്ട് വരുവോ? ഇത്രയും നേരമായില്ലേ, എനിക്കാണെങ്കിൽ പടി കയറാനും വയ്യ. ഈശ്വരാ, രോഗി ഏറ്റിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. അതിനെന്താ ചെറിയമ്മ, ഞാൻ പോയിട്ട് വരാം. കിടക്കുന്ന കണ്ടില്ലേ, എന്ത് ഭംഗിയാ. ഏതുവേട്ടാ, എഴുന്നേറ്റേ, സമയം ഒത്തിരി ആയി. ആമി, ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞു വരാം. എഴുന്നേക്കത് കേട്ടാ, ഒത്തിരി സമയമായി. ചെറിയമ്മ ഇവിടെ ചായ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി നേരമായി. ഈ ജനലൊക്കെ തുറന്നിടുക കേട്ടോ. ഈ പെണ്ണിതെന്ത് ഭാവിച്ച? ആമി, ഏതുവേട്ടാ? ഏതുവേട്ടാ? എന്താ ഏതുവേട്ടാ ഇത്? എന്നെ വിട്ടേ. നിനക്കെന്നെ ഇഷ്ടമല്ലേ ആമി? ആ പണ്ടത്തെ ഇഷ്ടം എന്നോട് ഇപ്പോഴും ഇല്ലേ? എനിക്ക് ഏതുവേട്ടനോട് അന്നൊന്നും അല്ല, എനിക്ക് ഇഷ്ടമേ ഉള്ളൂ. ഏതുവേട്ടനല്ലേ എന്നെ ഇവിടെ തനിച്ചാക്കി പോയി. അന്ന് മുതൽ ഞാൻ കാത്തിരിക്കുക ഇങ്ങനൊരു തിരിച്ചു വരവിനായി. തിരിച്ചു വന്നപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചില്ലേ? എന്നോട് ആ പണ്ടത്തെ ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ? എന്നെ സ്വീകരിക്കൂ ഏതുവേട്ടൻ്റെ ഈ ജീവിതത്തിലോട്ട്. ആമി, എനിക്കൊരു 100 വട്ടം സമ്മതമാണ് എന്നെ എന്റെ ജീവിതത്തിലോട്ട് ക്ഷണിക്കാൻ. ഞാൻ ഒരിക്കലും നിന്നെ കൈവിട്ട് കളയില്ല ആമി. ഐ ലവ് യു ആമി. I love you too ഏതുവേട്ട. ആമി, മോളെ നീ വിളിച്ചില്ലേ അവനെ? അയ്യോ, ചെറിയമ്മ വിളിക്കുന്നു. ഞാൻ പോവാ. ഏതുവേട്ടാ, താഴോട്ട് വന്നേക്കണേ. ഓ, ഈ അമ്മ കറക്റ്റ് സമയത്തിന് വിളിച്ചോണ്ട് പോയി. ആമി, ചിന്നു, മോളെ ചെടിക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചേക്കാവോ? അപ്പച്ചി, എനിക്ക് മടിയാ അപ്പച്ചി. മോളെ ഒന്ന് പോയി ഒഴിക്ക്. ആമിയില്ലേ? അപ്പച്ചി, എനിക്ക് വെള്ളം ഒഴിക്കാൻ മടിയാ അപ്പച്ചി. ചിന്നു മോളെ. ശരി. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി. ഒന്ന് പോയി മുട്ടിയിട്ട് വരാം. കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ, കറുത്ത മിഴികളകണതെന്തെടി കള്ളി കരിങ്കള്ളി. ഇതെന്ത് വരാന്താ ഇത്? ഇങ്ങനെന്താ വയ്യേ? ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിലുള്ളെന്താടി, തുടുത്തു നിൽക്കും നെഞ്ചത്ത് എടുത്തു വെച്ചതെന്താടി. അയ്യേ, തനിക്ക് എന്താ വയ്യേ? അയ്യോ താര, അങ്ങനെ പറയരുത്. ഞാൻ ഇത്ര സ്വീറ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഭംഗിയോടെ നിനക്ക് പാട്ട് പാടത്തിരുമ്പോ നീ ഇങ്ങനെ പറയരുത്. ഇതെന്ത് എന്താ അവക്ക് പാടി കൊടുത്തില്ല? അവള് നിങ്ങളെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുവല്ലായിരുന്നോ? ഓഹോ, അപ്പൊ അതാണ് കാര്യം. അതെന്താന്ന് വെച്ചാണല്ലോ, എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനകത്ത് ഫിഗർ അല്ലേ, അത്രേ ഉള്ളു. അയ്യ, എന്തോന്ന് ഫിഗർ? ഈ കുരുട്ടടക്ക പോലെ ഇരിക്കുന്നാണോ നിങ്ങളുടെ ഫിഗർ? ധാരാനോ
അങ്ങനെ പറയരുത്. എനിക്ക് നിന്നേക്കാളും നീളമില്ലേ, അത് മതി. അയ്യടാ, എനിക്കത് പോരല്ലോ. പിന്നെന്താ നിനക്ക് വേണ്ടത്? ചിന്നുവേച്ചി ഒന്ന് വരുമോ? ആടാ ദോ വരുന്നു. ഇതേതാ ഈ കുരുപ്പ് നശിപ്പിക്കാനായിട്ട്? എന്തും ചെയ്യുന്നല്ലേ പറഞ്ഞേ. അന്ന കൈ നീട്ടിക്ക്. ആ ഇത് പിടിച്ചു. ഇതാടാ വരുന്നേ. ഹായ് ഗൈസ്. ഹായ്. ചെക്കൻ ക്യൂട്ടാണല്ലേ. അല്ല മച്ചന്റെ പേരെന്താ മച്ച? ഹരി. ഹരിയോ? അത് വലിയ പിള്ളേരെ പേരില്ലേ? എന്നാ ചേട്ടനൊരു പേര് എനിക്ക് അങ്ങിട്. അതെ, ചേട്ടന്റെ പേരെന്താ? ശരൺ. അയ്യേ, അത് അമ്മാവന്മാരുടെ പേരല്ലേ? അമ്മാവന് പോയടർക്ക്. എടാ ഇറക്ക, എനിക്ക് പ്രായം ഭയങ്കര കുറവാടാ. അയ്യോ, കണ്ടാ പറയത്തില്ലല്ലോ. ആ അതാണ്, കണ്ടാ പറയത്തില്ല. എന്റെ അപ്പൂപ്പനെന്ന് പറയും. സൈസ് മാത്രമേ ഉള്ളൂ ചെറുത്, നാവ് നല്ല വലുത്. ഈ നാട്ടിലുള്ള അമ്മാമാർക്കെല്ലാം ഈ പേര്. ആർക്കാ? നിന്റെ അച്ഛനാണോ? ചാരണേട്ടാ, ഇങ്ങനാണോ കൊച്ചു പിള്ളേരോട് പറയുന്നത്? ഓ പിന്നെ, അവന്റെ വായിന്നിറങ്ങിയത് കൊച്ചു പിള്ളേര് പറയുന്നാണല്ലോ. ഞാൻ അവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു വിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. അപ്പച്ചി ഞങ്ങളിത് കണ്ടുകഴിഞ്ഞ എന്നെ വഴക്കുറേ, പോയി ഒഴിക്ക്. ഓ അത് ശരി, അതാണ് എന്റെ കൈ ഓസിൽ നിന്നിട്ട് ഓടിയതല്ലേ? എന്താ പറഞ്ഞേ? അല്ല, ഞാൻ തന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചോളാന്ന് പറയുമായിരുന്നു. ശരി, നീ അങ്ങോട്ട് വരില്ലടി, കാണിച്ചു തരാം. ശരിക്കും അങ്ങോട്ട് ഒഴിക്കടാ, ചെടിക്കൊന്നും വെള്ളം വീഴുന്നില്ലല്ലോ. നീ ഇപ്പൊ എവിടുന്ന് വന്നു? ഞാനിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഓഹോ, ആഹാ, ഇവൻ ഈ പണിയും കിട്ടിയോ? ഒരുത്തി തന്നിട്ട് പോയതാ. ഒരു മയത്തിലൊക്കെ കോഴി അടിക്കണ്ടേടാ. അത് കോഴി അടിച്ചതല്ലടാ, എനിക്ക് ശരിക്കും അവളെ ഇഷ്ടവാ. ഗിരിരാജൻ കോഴിയുടെ മനസ്സ് കീഴടക്കിയ പോലാണല്ലോ. എടാ, നീ ഇന്നലെ അപ്പൂപ്പനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഞങ്ങളെ കൂടെ വിളിക്കാൻ വരാഞ്ഞോ? ഞങ്ങളും വരത്തില്ലായിരുന്നോ? ഓ, ആ സമയത്ത് ഫുള്ള് ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ നിങ്ങൾ ഉറങ്ങുമല്ലേ, ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. അല്ലട യാദവേ, നീ അതിനെപ്പോഴാ കിടന്നേ? നമ്മൾ രണ്ടുപേരും ഇന്നലെ വൈകിട്ട് നൈസായിട്ടൊന്ന് മീറ്റ് ചെയ്തിരുന്നല്ലോ. ഇവനിതെങ്ങോട്ടാ? എടാ ഞാനിപ്പോ വരാവേ. നീ ഒഴിച്ചു, ഞാൻ പോട്ടെ. വിട്ടോ വിട്ടോ. ദിയ ജലേ ജാ ജലേ മൂഞ്ചലേ. തല. ഞാൻ ഇവിടെ മുമ്പ് വന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ഈ തറവാട് ഇപ്പോഴല്ലേ കാണുന്നേ? ജീ
ആരും വരാതെ ഇവിടെ വിളക്ക് കത്തിച്ചേക്കുന്നത്? യദു, ചേട്ടാ, നീ നീ എങ്ങനെ ഇവിടെ വന്നു? ആ, ഈ വഴി സഞ്ചാരം പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അത് പിന്നെ ഞാൻ ബാ, തറവാട്ടി പോകാം. കുഞ്ഞേ, ആ ചേട്ടാ, കിട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ ഒന്നും കാണത്തില്ലായിരിക്കും. നമ്മുടെ പറമ്പിൽ ഇതെല്ലാം ഉണ്ട് കുട്ടിയെ. പിന്നെ അങ്ങോട്ടൊന്നും ആരും പോകാത്തോണ്ടല്ലേ തേങ്ങയൊന്നും ഇടാത്തെ. മോളെ, വന്നിരിക്കുന്ന പുതിയ കുട്ടികളോട് പറയണം തറവാടിന്റെ പുറകുവശത്തോടുള്ള സഞ്ചാരം വേണ്ട എന്ന്. അയ്യോ, അതെന്നാ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? അവരിനി ആ ഭാഗത്തോട്ട് വല്ലതും പോയോ? ഇല്ല, ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ചേട്ടാ, ഇതെന്താ എന്റെ റൂമില് താഴെ എല്ലാരും ഇല്ലേ? നിന്നെ ഇന്ന് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ചേട്ടാ, മതി ആരെല്ലാം കണ്ടു കഴിഞ്ഞ. അയ്യോ, ഞാൻ വന്ന് കേറിയില്ല. അതിനിപ്പോ എന്നെ പറഞ്ഞു വിടാൻ നോക്കുവാണോ നീ? ചേട്ടാ, മതി. ഇവിടെ നോക്കിയാ നീ. ഐ ലവ് യു. ഐ ലവ് യു ടു. എനിക്ക് അകത്തോട്ട് കയറാമോ? ആഹാ, ഇതാരിത്? കൃഷ്ണൻകുട്ടി, കയറി വരൂ, ഇങ്ങോട്ടിരിക്കൂ. കുടുംബത്ത് പോയിട്ട് അവിടെ എങ്ങനുണ്ട്? അവിടെ എല്ലാരും നല്ലതായിട്ട് പോകുന്നു. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലെ വയ്യാതായി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയെന്നറിഞ്ഞു. ഓ, അത് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഈശ്വരന്റെ കൃപയായി ഞാൻ ഇപ്പോഴും ഇരിക്കുക. പക്ഷേ എനിക്ക് ഒറ്റ ദുഃഖമേ ഉള്ളൂ. ഉത്സവം നടക്കല്ലേ, എനിക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തോ ഒരു അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറയുന്നു. കൃഷ്ണൻകുട്ടി, നമുക്ക് തിരുമേനിനെ ഒന്ന് കാണണം. ഞാനിന്ന് തറവാടിന്റെ പുറകുവശത്ത് നിന്നപ്പോ പഴയ തറവാടിന്റെ മുമ്പിൽ യദുമോൻ നിൽക്കുന്ന ഞാൻ കണ്ടു. ഞാൻ പിന്നെ വഴക്കു പറഞ്ഞു തറവാട്ടിൽ കൊണ്ടുവരുമായിരുന്നു. യദുമോൻ എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട് എന്നൊരു തോന്നൽ. യദു എങ്ങനെ പഴയ തറവാടിന്റെ മുമ്പിൽ? അവൻ ആരാ പഴയ തറവാടിനെ പറ്റി പറഞ്ഞു കൊടുത്തത്? അവൻ എങ്ങനെ തറവാടിന്റെ മുമ്പിൽ വന്നു എന്നെനിക്കറിയില്ല. പക്ഷേ അവൻ എന്തൊക്കെയോ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി. എന്തായാലും നാളെ നമുക്ക് തിരുമേനിയെ ഒന്ന് കാണാൻ പോണം. എന്നാ ഞാൻ പോയേക്കുവോ? ആ ശരി, പോകുമ്പം അവിടെ യാമയുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞേക്ക്. അവളോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറ. അപ്പൂപ്പ, എന്നെ വിളിച്ചായിരുന്നോ? ആ, മോള് വന്നോ? എന്താ അപ്പൂപ്പ, എന്തേലും ആവശ്യമുണ്ടോ? ആ, ഇങ്ങി ബാ. മോള് അന്ന് എനിക്കൊരു ചിത്രം വരച്ചു തന്നില്ലായിരുന്നു, ഒരു പെൺകുട്ടിയുടെ. മോള് ആ അലമാരയുടെ സൈഡിൽ ഇരിക്കുന്ന ആ പടം ഇങ്ങെടുത്തോണ്ട് വാ. ഓ, ഈ പടമായിരുന്നു അപ്പൂപ്പ? ഇതെന്ന് ഞാൻ നിക്കാൻ വന്നപ്പം അപ്പൂപ്പൻ എന്നെ കൊണ്ട് വരപ്പിച്ചതല്ലേ? ഇത് ആമയല്ലേ അപ്പൂപ്പ? ആ, ആമയോ? ആ അതെ, ആമിയ. ഇതെന്തിനായിരുന്നു? മോളെനിക്ക് ഇതുപോലെ വേറൊരു ചിത്രം കൂടെ വരച്ചു തരണം. അതിനെന്താ അപ്പൂപ്പ, ഇപ്പൊ വരയ്ക്കണോ? ഇപ്പം വരച്ചു തരാവോ? ശരി. ശരി മോളെ. ഞാൻ ഇപ്പൊ വരാവേ അപ്പൂപ്പ, ഞാൻ എല്ലാം ഒന്ന് എടുത്തിട്ട് വരാവേ. അപ്പൂപ്പ, ഇനി വരയ്ക്കേണ്ട ആളുടെ രൂപം പറഞ്ഞു. അപ്പൂപ്പ, ഇത്
ഇത് യദുവേട്ടനല്ലേ? ഇനി മക്കള് ചെന്ന് കൃഷ്ണൻകുട്ടിയോടും മേനോനോടും എൻ്റെ മുറിയിലേക്ക് വരാൻ പറ. ഞാൻ വിളിക്കുന്നു എന്ന് പറ. അച്ഛാ വിളിച്ചായിരുന്നോ? രണ്ടുപേരും വരൂ. നമുക്കിപ്പോ തിരുമേനിനെ ഒന്ന് കാണാൻ പോകാം. തിരുമേനിയെയോ? അതെന്താ അച്ഛാ, ഇപ്പം എന്തേലും പ്രശ്നമുണ്ടോ? ഒരു അത്യാവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ആരോടും പറയണ്ട. ഒരു സ്ഥലം വരെ പോകുന്നു എന്ന് പറഞ്ഞാൽ മതി. മിത്ര, ഞാനും അച്ഛനും കൃഷ്ണൻകുട്ടിയും കൂടെ ഒരു സ്ഥലം വരെ പോവാം. എങ്ങോട്ടാ ഈ സന്ധ്യക്ക്? ഒരു അത്യാവശ്യമുണ്ട്. തിരിച്ചു വന്ന് എല്ലാം പറയാം. പോയിട്ടുള്ളത് കൊണ്ട് തോന്നുന്നേ ഈ ബുക്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാകൂ. ഇത് കനവാ இல்லை நனவா என்னை கிள்ளி உண்மை தெளிந்தேன் உன்னை பார்த்தெந்தன் தாய்மொழி மறந்தேன் യദുവേട്ടാ, അമ്മ താഴേക്ക്. യദുവേട്ടാ, യദുവേട്ടാ കരയുവാണോ? என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை? ശ്രേഷ്ഠ, യദുവേട്ടാ എന്തിനാ കരയുന്നേ? ശ്രേഷ്ഠ, ശ്രേഷ്ഠ, ശ്രേഷ്ഠ. യദുവേട്ടാ, എന്നെ നോക്ക്. നമ്മളെ വീണ്ടും വേർപിരിയിക്കും. ആരൊക്കെയോ നോക്കുന്നുണ്ട് ശ്രേഷ്ഠ. എനിക്ക് നീയില്ലാതെ ഈ ജീവിതം ജീവിച്ചു മടുത്തു. ഇനി എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ. നമ്മളെ പിരിക്കാനോ? ഇല്ല യദുവേട്ടാ, യദുവേട്ടാ നോക്ക്. യദുവേട്ടൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും ഇട്ടിട്ട് പോവില്ല. നമ്മളെ പിരിക്കാൻ ആരുമില്ല യദുവേട്ടാ. എനിക്ക് നീയില്ലാതെ ഈ ജീവിതം ജീവിച്ചു മടുത്തു. ഇനി എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ. യദുവേട്ടാ, 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 യദുവേട്ടാ എഴുന്നേക്ക് യദുവേട്ടാ, യദുവേട്ടാ, യദുവേട്ടാ. ആമി, നീ എന്താ ഇവിടെ? மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து ആമി, ஒளிந்து கொள்ளவா மார்பில் ஒளிந்து கொண்டால் மாறன் நம்பு வரும் கூந்தலில் ஒளிந்து கொள்ள வரவா என் கூந்தல் தேவன் தூங்கும் பள்ளியறைய மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா? நினைக்காத நேரம் இல்லை காதல் ரதி ரதி. உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதி. എന്താ ഗോപാല, നിന്റെ ആ മുഖത്തെ ഭീതിയിൽ നിന്നും ഞാനെല്ലാം വായിച്ചെടുത്തു. 42 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ അനർത്ഥം വീണ്ടും നടക്കുമെന്നുള്ള ഭീതിയില്ലേ നിന്നെ ഇവിടെ എത്തിച്ചേ? തിരുമേനി, കയറി വരിക. തിരുമേനി, അതെല്ലാം അവിടെ കൊണ്ട് അവസാനിച്ചതല്ലേ? പിന്നെ ഇതെന്താ? ആര് പറഞ്ഞു എല്ലാം അവസാനിച്ചു എന്ന്? ഇല്ല ഗോപാല, അന്ന് അവസാനിച്ചെടുത്തുനിന്ന് ഇതിവിടെ തുടങ്ങുക. തിരുമേനി, മനസ്സിലായില്ല അല്ലേ? അവരുടെ പുനർജന്മം. നീ ചിന്തിച്ചത് ശരി തന്നെ. അവരുടെ പുനർജന്മം 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. അത് ആരൊക്കെയാ തിരുമേനി? അത് ആരൊക്കെയെന്ന് എനിക്കറിയില്ല. സമയമാകുമ്പോൾ അത് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വരും. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടി അവളുടെ പുനർജന്മമാകുന്നു. എന്നാൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച കുട്ടി അവന്റെ പുനർജന്മവും. എന്നാൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് നോക്കി നിൽക്കാനേ ആവൂ, ഒന്നും ചെയ്യാനാവില്ല.
അതിശക്തമായ പ്രതിഹാര ബോധത്തോടെയാണ് അവൾ വരുന്നത്. അവളോ? ജീവൻ പോലും എടുക്കാനുള്ള ശക്തിയോടെ. ഇതിലെനിക്ക് ഇത്രയൊക്കെ ഇപ്പൊ പറഞ്ഞു തരാനാവും. അച്ഛാ, ഇതെന്താ ഇങ്ങനെയൊക്കെ പെട്ടെന്ന്? കൃഷ്ണൻകുട്ടി, ആ അലമാരിയുടെ പിന്നിലിരിക്കുന്ന 2 ചിത്രങ്ങൾ ഇങ്ങെടുത്തുകൊണ്ട് വാ. അച്ഛാ, ഇത് മുഖസാദൃശ്യമുണ്ട്. അപ്പോ അച്ഛൻ പറഞ്ഞു തന്നത് ഉറപ്പിക്കാനാവില്ല. അവരുടെ നാള്. അച്ഛാ, ആമയുടെ ആയില്യ നക്ഷത്രവാ. യാദവിന്റെ? അതറിയില്ല, ഞാൻ മഞ്ജുവിനോട് ചോദിക്കാം. ശരി, എന്നാ നിങ്ങളിപ്പോൾ ചെല്ല്. ഇത് ആരോടും പറയാൻ നിൽക്കണ്ട ഇപ്പം. കൃഷ്ണൻകുട്ടി, നമുക്കിതുകൊണ്ട് ആ പഴയ മുറിയിൽ കൊണ്ടുവച്ചിട്ട് വരാം. നീ ഇവിടെ നിൽക്കുക, ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം. ആരാ അവിടെ? അച്ഛാ, എന്തു പറ്റിയതായിരുന്നു? എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തല കറങ്ങിയത്. അപ്പൂപ്പ, നീ എന്താ ഇവിടെ? നീ വീണ്ടും എന്തിനാ വന്നെ? സമ്മതിക്കത്തില്ല. നിന്നെ ഇത്തവണ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. അവളെ തൊട്ടു പോകരുത്. നീ വീണ്ടും ഞങ്ങളെ അകറ്റാൻ നോക്കിയോ? എനിക്ക് ഇവിടെ ജീവൻ പോലും ഞാൻ ഈ ശരീരത്തിൽ രക്ഷിക്കത്തില്ല. കൊന്നു കളയും ഞാൻ എന്നെ. ഇത് മോനെ നീ എന്തീ കാണിക്കുന്നേ? മോനെ ഇത് വേട്ട അപ്പൂപ്പനൊന്നും ചെയ്യില്ലേ? ഇത് വേട്ട. എന്തിനാ നമ്മളെ കൊന്നുകളഞ്ഞ് ഇവന്റെ ജീവന് വേണ്ടി നിങ്ങൾ യാചിക്കണേ? ഇത് വേട്ട എന്തൊക്കെ പറയുന്നേ? അയ്യോ, ഇത് മോനെ. അമ്മ, ഇത് മോനെ നീ എന്താ കാണിച്ച? വേണ്ട, നീ ഇപ്പൊ കിടന്നു. നാളെ സംസാരിക്കാം. അഞ്ജു, വാ. അതാരാ ഈ രാത്രി തറവാടിന്റെ മുമ്പിൽ നിൽക്കുന്നേ? ആമിമോളാണോ? ഇത് ആമിമോളല്ലല്ലോ. ആരാ? ഒരിക്കലും ആവർത്തിച്ച തെറ്റ് നീ വീണ്ടും ആവർത്തിക്കാൻ പോവാണ്. നിന്റെ ഭാര്യനെ കൊന്ന് ഈ തറവാടുകാരോട് നിനക്കെന്തിനാ ഇത്ര ആത്മാർത്ഥത? അവർ നിന്നെയും കൊല്ലും. ഇന്ദ്ര, നീ എന്തിനാ ഈ വിശ്വാസവചന കാണിച്ച്? അവർ നിന്നെയും കൊല്ലും. ഈ പ്രാവശ്യം അവർ നിന്നെയും കൊല്ലും. എനിക്കതറിയാം. അന്ന് ചെയ്ത തെറ്റിന് ഞാൻ ഇന്നും നീറിയ ജീവിക്കുന്നേ. എനിക്ക് ആ തെറ്റ് വരുത്തണം. അതിന് നീ എന്താ ചെയ്തത്? നിങ്ങൾ ആ തെക്കിനിയുടെ ഭാഗത്തോട്ട് പോകണ്ട. അവിടെ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുക. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല.
പിന്നെ ഞാനവിടെ ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ കുറെ പഴയ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണ്ട കേട്ടോ. ഇവിടെ നിന്നൊരു സൗണ്ട് കേട്ടു, അതാ ഞാൻ ഓടി വന്നേ. ഇല്ലല്ലോ, ഞാൻ ഒന്നും കേട്ടില്ലല്ലോ. ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. വേറെ ഏതൊരു റൂമിൽ നിന്നായിരിക്കും. വേറെ റൂമിനോ? ശരി. കൃഷ്ണൻകുട്ടി, നീ എന്താ ഈ രാത്രി ഇവിടെ ചെയ്യുന്നേ? അത് ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതാ. തറവാടിനുള്ളിൽ ഇതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലേ? അതല്ല, നമുക്ക് ആ പഴയ മുറിയിലോട്ട് ഒന്നും കൂടെ പോകാം. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇങ്ങ് വരൂ, ഇത് നോക്കൂ.